ഇപ്പോൾ അതൊക്കെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ രൂപത്തിൽ മാരുതി അത് ഒഴിവാക്കി എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു ട്രേ ഉണ്ട് ഇവിടെ. അതൊരു കംഫർട്ട് ഇല്ലാത്ത വഴി തോന്നുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അത് മാത്രം ഒരു പരാമയായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺ സോൺ. ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വണ്ടി 2020 മോഡൽ വാഗനർ ZXi ആണ്. ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽ റിവ്യൂ, എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാര്യങ്ങൾ, അതിനെ പറ്റിയുള്ള ഗുണവും ദോഷങ്ങളും കാര്യങ്ങൾ എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ഇപ്പം ഏകദേശം 30,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. 4 കൊല്ലം കൊണ്ട് 30,000 കിലോമീറ്റർ കവർ ചെയ്ത വണ്ടിയാണ്. അപ്പം കൂടുതലായിട്ട് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, യൂസറിനോട് തന്നെ ചോദിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാം. സോ വെൽക്കം ടു ദ വീഡിയോ. വാഗനറിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വാഗനർ വന്നിരിക്കുന്നത് 1999 ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതിനുശേഷം സെക്കൻഡ് ജനറേഷൻ വന്നു 2010. പിന്നെ അതിൽ ചെറിയ ചെറിയ ഗിമ്മിക്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അവർ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് ഓരോരോ ഫേസ് ലിഫ്റ്റുകൾ ഇറക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു മാർക്കഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് 2019 തേർഡ് ജനറേഷൻ. അതിലേക്കാണ് നമ്മൾ എഞ്ചിൻ ഇറക്കം മാറി ഫുള്ളി ഒരു ഫേസ് ലിഫ്റ്റഡ് ആക്കി ഒരു എക്സ്റ്റീരിയറും ഇന്റീരിയറും എല്ലാം മാറ്റം വന്ന ശേഷം വന്നത് 2019. അതിനു മുന്നേ തന്നെ നമ്മുടെ ജപ്പാൻ മാർക്കറ്റിൽ വാഗനർ ഇറങ്ങിയിരുന്നു. അത് പണ്ട് മുതൽക്കേ ഉണ്ട്. 99 മുന്നേ തന്നെ ജപ്പാൻ മാർക്കറ്റിൽ ഇറങ്ങി വിജയിച്ച ഒരു വണ്ടിയാണ്. ഇപ്പം നമുക്ക് ഏതൊരു ഫാമിലി ആണെങ്കിലും ഫസ്റ്റ് കൺസിഡറേഷൻ നമുക്ക് കൊടുക്കുന്നത്, അതായത് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫാമിലിക്ക് ആയിട്ടുള്ള കംഫർട്ടും പിന്നെ അതേപോലെ തന്നെ മൈലേജ് പ്രിഫറൻസ് ഒക്കെയാണ് ഇന്ത്യക്കാർ കൂടുതൽ കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും ഫസ്റ്റ് എടുക്കുന്ന, അതിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു വണ്ടിയാണ് വാഗനർ. ഇപ്പോൾ നമ്മുടെ ഈ സെയിൽസ്, ഓരോ മാസത്തെ സെയിൽസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതുവരെ, അതായത് 2000-ലൊക്കെ ഈ വാഗനർ ഫസ്റ്റ് തോന്നുന്നു. ആൾട്ടോ തൊട്ട് പുറകിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊക്കെ കളിക്കുന്നുണ്ട്. സ്വിഫ്റ്റും വാഗനറും ആൾട്ടോയും, ഇവർ 3 പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫസ്റ്റ് പ്രൈസ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു വണ്ടിയാണ് വാഗനർ. അപ്പം ഇന്ത്യക്കാർക്ക് എത്ര കണ്ട് അതിന് പ്രിയപ്പെട്ടതാണെന്ന് പിന്നെ ഇതിനെ കൂടുതൽ പറയാനില്ല. വാഗനറിന്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് സാധാ ഹാലോജനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൊജക്ടർ ടൈപ്പ് ഉള്ളത് ഈ വാഗനറിന്റെ സ്റ്റിംഗ്റേ എന്ന് പറഞ്ഞിട്ട്, അത് കുറച്ചൊരു എന്താ പറയുക, ബോഡിയിലുള്ള ചെറിയ ചെറിയ എക്സ്റ്റീരിയറിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ, ഇന്റീരിയറൊക്കെ സെയിം ആണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നൊരു മോഡലാണ് സ്റ്റിംഗ്റേ. പിന്നെ ഇതിന്റെ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിന് തൊട്ട് താഴെ തന്നെയാണ് ഇൻഡിക്കേറ്റർ വന്നത്. വലിയൊരു സ്ലിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴെ തന്നെ ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഈ ക്രോം ഫിനിഷൊക്കെ ഇത് നേരത്തെ ഉള്ളതാണ് കമ്പനിയുടെ. പക്ഷെ ഇതൊക്കെ നമ്മുടെ യൂസർ തന്നെ ചെയ്തതാണ്, ഓണർ ചെയ്യിപ്പിച്ചതാണ്. ഈ ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്കൊരു SUV ഫീലിംഗ് ഒക്കെ പണ്ട് തരുന്ന പോലത്തെ ഉള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷേ അതൊരു ശരിക്കും ഒരു സാധാ ഫൈബർ ടൈപ്പ് സാധനമാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പെയിന്റിങ്സ് ഒന്നുമില്ല. ഇവിടെ ഒരു എയർ ഡാം ഉണ്ട്, അത്യാവശ്യം സ്ലിറ്റുകളൊക്കെ ഉള്ള എയർ ഡാമാണ്. വാഗനറിന്റെ സൈഡ് വ്യൂല് നമ്മുടെ വീലാർച്ച് വന്നത്, ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുത്തേക്കുന്ന വീലാർച്ചാണ്, അതായത് കസ്റ്റമറിനെ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഇവിടെ 14 ഇഞ്ചാണ് നമ്മൾ സ്റ്റീൽ റിമാണ് വന്നേക്കുന്നത്. ZXi പ്ലസിലാണ് ഇതിൽ അലോയ് വരുന്നത്. പിന്നെ ആ ഒരു വീലാർച്ച് ഇതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട്, സോ ഇവിടെ അറ്റം വരെ ആ വീലാർച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് അത് ബോഡി കളേർഡ് ആണ്. പിന്നെ ഇതിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റെയിൻ ഗാർഡൊക്കെ ആക്ച്വലി കമ്പനിയിൽ നിന്നല്ല, സോറി, അത് അവർ ചെയ്യിപ്പിച്ച് തന്നെയാണ്, കസ്റ്റമറിനെ ചെയ്യിപ്പിച്ച സംഭവമാണ്. പിന്നെ ബോഡി കളറാണ് ഹാൻഡിൽസ് ഒക്കെ. തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം ഒരു 180 മില്ലിമീറ്ററിന്റെ അടുത്തുണ്ട്. 180 മില്ലിമീറ്ററാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത നമ്മുടെ കണ്ടീഷൻസിന് പറ്റിയ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ പെട്രോൾ ലിഡ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെയാണ്. ഈ ഒരു സി പില്ലറിലേക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് നല്ലൊരു കോസ്മെറ്റിക്കലി നല്ലൊരു സംഭവമായിട്ട് തോന്നി. അതിപ്പോൾ B പില്ലറിലാണേലും A പില്ലറിലാണേലും ഈ ബ്ലാക്ക് അതൊരു വൃത്തിയായിട്ടുള്ള ഒരു ലെവലാണ്. ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സ്റ്റൈലിംഗ് അപ്രോച്ച് നല്ലതായിട്ടുണ്ട്. വാഗനറിന്റെ റിയറിനെ പറ്റി പറയുമ്പോൾ ഈ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ ബാക്ക് ലൈറ്റ് ആണ്. ബാക്ക് ലൈറ്റ് ഭയങ്കര എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ തൊട്ട് തുടങ്ങിയിട്ട് അത് ഏകദേശം ആ ഒരു മിഡ് പോർഷൻ മൊത്തം കവർ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മുടെ വോൾവോയും പിന്നെ അതേപോലെ തന്നെ സ്കോർപ്പിയോയിലൊക്കെ കണ്ടിട്ടുള്ള, വോൾവോന്റെ XUV-കളിലൊക്കെ കണ്ടിട്ടുള്ള അതേപോലത്തെ ഉള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ വൈപ്പർ ഇവിടെയുണ്ട്. വൈപ്പറിന്റെ മുകളിൽ വാഷർ തൊട്ട് മുകളിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. സ്പോയിലർ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇവിടെ പോകുന്നുണ്ട്. പിന്നെ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എംബ്ലം ഉണ്ട്. പിന്നെ മാരുതി സുസുക്കിന്റെ ബാഡ്ജ് ഇവിടെ തന്നെ ഉണ്ട്. തൊട്ട് താഴെ തന്നെ ക്യാമറ ഇവിടെ തന്നെ ഉണ്ട്, അഡീഷണൽ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഈ സെൻസേഴ്സ് ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന സെൻസേഴ്സ് ആണ്. ഈ ഒരു സ്കിഡ് പ്ലേറ്റ് ഫൈബറാണ്, ഫുള്ളി ഫൈബർ ആയിട്ടാണ്. വാഗനറിന്റെ ബൂട്ട് സ്പേസ് ഇപ്പോൾ ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ ആ സ്വിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഇത് ബൂട്ട് സ്പേസ് ഏകദേശം ഒരു 340 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണുള്ളത്. പണ്ടത്തേതിന് ഏകദേശം 240 ലിറ്ററിന്റെ അടുത്തേ വരുന്നുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു സ്പെയർ ടയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിനുള്ള ഏരിയ ഉണ്ട്. എന്നിട്ടും അത്യാവശ്യം സ്പേസ് എല്ലാം ഉണ്ട്. പാർസൽ ട്രേ ഇതിൽ ആക്ച്വലി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, സ്റ്റിക്കേഴ്സ് ആയിട്ടും പിന്നെ കുറേ ഇങ്ങനത്തെ വള്ളിയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഇവിടെയൊക്കെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമ്മുടെ കസ്റ്റമർക്ക് അതിനോടൊരു നല്ല താല്പര്യം ഉണ്ട് തോന്നുന്നുണ്ട്, സ്റ്റിക്കർ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. വാഗനറിന്റെ ഇന്റീരിയർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വരുമ്പോൾ തന്നെ ഡോറിൽ തന്നെ നമുക്ക് വിൻഡോസിന്റെ കൺട്രോൾസ് ഒക്കെ അവിടെ തന്നെ കാണാറുണ്ട്. അതേപോലെ തന്നെ വിൻഡോസിന്റെ ലോക്കും അൺലോക്ക് ബട്ടൺസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അതേപോലെ തന്നെ മാഗസിൻ ഹോൾഡേഴ്സ് ഒക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ തന്നെ കൺട്രോൾസിൽ ഇത് ആംബിയൻ ലൈറ്റിങ്ങിന് വേണ്ടി എക്സ്ട്രാ വർക്ക് ചെയ്തേക്കുന്നതാണ്. ഇത് ഇവിടെയാണ് ഹെഡ് ലാമ്പിന്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത്. ദെൻ സ്റ്റിയറിംഗ് വീൽ 3 സ്പോക്ക് ആണ്. ലെഫ്റ്റ് സൈഡിലാണ് ടെലിഫോണിന്റെ കൺട്രോൾസ് ഒക്കെ വന്നേക്കുന്നത്. ദെൻ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ നമുക്ക് മോഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിഡിലെ വലിയൊരു എംബ്ലവും പിന്നെ എയർ ബാഗിന്റെ സിമ്പിളൊക്കെ അവിടെയുണ്ട്. ഹോണ് ഈ ഒരു ഏരിയയിൽ വരുന്നില്ല. നമ്മുടെ ടാറ്റ വണ്ടികളിലാണെങ്കിൽ ഈ സൈഡിലൊക്കെ ഹോണ് ഉണ്ടാവുമായിരുന്നു. ഇതിലിപ്പം ഈ മിഡിൽ തന്നെയാണ് ഹോണ് വന്നേക്കുന്നത്. പിന്നെ ഹെഡ്ലാമ്പിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയുണ്ട്. ലൈറ്റിങ്ങിന്റെ ഇൻഡിക്കേറ്റേഴ്സിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയുണ്ട്. വൈപ്പറിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ്. ഇവിടെ ചെറിയൊരു അനലോഗ് ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ആയിട്ട് ചെറിയൊരു TFT ഡിസ്പ്ലേ ഉണ്ട്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ, അതായത് നമുക്ക് വേണ്ട ട്രിപ്പ് മീറ്റേഴ്സും കാര്യങ്ങളും, ആവറേജ് ഫ്യൂൽ എത്ര കിട്ടുന്നുണ്ട്, റേഞ്ച് എത്രയുണ്ട് എന്ന ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിൽ. പക്ഷേ ഈ റോട്ടറി സ്വിച്ച് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വേറെ സ്വിച്ചുകളൊന്നും സ്റ്റിയറിംഗ് മൗണ്ടിലൊന്നും കൊടുത്തിട്ടില്ല. ഈ AC വെന്റ് ഇതൊരു നമുക്ക് ഡ്രൈവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാവും. കാരണം ആ ഒരു റേഞ്ചിൽ വെക്കുമ്പോൾ കൈ വല്ലാണ്ട് തണുത്തു പോകാനുള്ള ചാൻസുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 10 o'clock പൊസിഷനിലാണല്ലോ കൈ വെക്കുന്നത്. അപ്പോൾ അതിനൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. ഇൻഫോർടൈൻമെന്റ് ചെറിയൊരു ടച്ച് സ്ക്രീൻ ആണ്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. കണക്ടിവിറ്റിക്ക് ആകെ ബ്ലൂടൂത്ത് മാത്രമേ ഉള്ളൂ. സ്മാർട്ട് ഫോണിലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇത് ബ്ലൂടൂത്ത് ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. പിന്നെ FM AM സാധാരണ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പിന്നെ USB കണക്ടിവിറ്റി അതിനൊക്കെ ഉണ്ടാവും. ഇതിൽ സ്മാർട്ട് സ്റ്റുഡിയോ കൊടുത്തിട്ടില്ല. മാരുതിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ZXi പ്ലസിൽ മാത്രമേ ഉള്ളൂ. ZXi പ്ലസിൽ തന്നെയാണ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോമാറ്റിക് ഒന്നുമല്ല, നോർമലാണ്, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ 12 വോൾട്ട് ചാർജർ ഉണ്ട്. പിന്നെ USB കണക്ടിവിറ്റി ഓക്സും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ മൊബൈൽ ഫോണൊക്കെ എന്തെങ്കിലും വെക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ നമ്മുടെ ഗിയർ നോബ് ലെതർ റാപ്ഡ് ആണ്. 5 സ്പീഡ് ഗിയർ ആണ് വന്നേക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ തന്നെയാണുള്ളത്. കോ ഡ്രൈവർ സൈഡിൽ നമ്മൾ ഗ്ലൗ ബോക്സ് അത്യാവശ്യം ഡീസൻറ്റ് എമൗണ്ട് ഉണ്ടെന്ന് പറയാം. എന്നാലും അത്രയ്ക്കില്ല, കുറവാണ്. പിന്നെ എയർ ബാഗ് ഇവിടെയാണുള്ളത്. പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ചെറിയ എന്തെങ്കിലും തുണിയോ മാഗസിനോ എന്തെങ്കിലും വെക്കാനുള്ള ഏരിയ ഉണ്ട്. ഒരു കുഞ്ഞ് ഏരിയ, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. വലിയ ഗമിക്സ് ഒന്നുമില്ല. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. ട്വീറ്റേഴ്സ് ഒക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നേക്കുന്നത്. റീഡിംഗ് ലാമ്പ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മൈക്ക് ഇവിടെ തന്നെയുണ്ട്. വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് ഹോൾഡേഴ്സിന്റെ സൈഡിൽ, ഡ്രൈവർ സൈഡിലില്ല. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നേക്കുന്നതാണ്. പിന്നെ ഓട്ടോ ഡിമ്മിംഗ് ഒന്നുമല്ല, മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൽ കണ്ടമാനം സാധനങ്ങൾ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ആക്സസറീസ് ഭയങ്കരമായിട്ട് കുത്തിക്കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് മൊബൈൽ ഹോൾഡർ ആണ്. ഇതിൽ കുറേ സാധനങ്ങൾ എങ്ങനെ വെച്ച് ശരിക്കും ആക്ച്വലി നമ്മുടെ ആ ഒരു വിസിബിലിറ്റി നഷ്ടപ്പെടുകയാണ് ഇതൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ സീറ്റിനെ പറ്റി പറയുമ്പോൾ ഇത് സീറ്റ് കവറൊക്കെ കസ്റ്റമർ തന്നെ ഇട്ടതാണ്. പിന്നെ ഇതിൽ അഡ്ജസ്റ്റബിൾ അല്ല നമ്മുടെ ഹെഡ് റെസ്റ്റ്, അതൊരു പോരായ്മയായി തോന്നി. ഫിക്സഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. വാഗനറിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറി നോക്കാം. ബാക്ക് സീറ്റിൽ വാഗനറിന്റെ ഡോർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഈ ടാറ്റയിലെ കാൾട്രോസിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 90 ഡിഗ്രീസ് ഒക്കെ തുറക്കാന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെത് നേരത്തെ 90 ഡിഗ്രി തന്നെ തുറക്കുന്ന, ഒരു 85 ഡിഗ്രി 90 ഡിഗ്രി ആ ലെവലിൽ തന്നെ തുറക്കുന്ന നല്ലൊരു ഡോറാണ്. ആക്ച്വലി ഈ ഡോറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ മിററിന്റെ കൺട്രോൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലിപ്പം ഈ പ്രായമായവർക്കൊക്കെ ഏറ്റവും കൂടുതൽ സൗകര്യം ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ഇറങ്ങാനൊക്കെ സൗകര്യമായിട്ടുള്ള ഒരു ലെവലാണുള്ളത്. നമ്മുടെ ഒരു ബക്കറ്റ് സീറ്റ് എന്നല്ല, സാധാ പോലെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിന് ശേഷം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കാല് ഇങ്ങനെ നിവർത്തി വെക്കാം. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഹെഡ് റൂം അത്യാവശ്യം നല്ലോണ്ട്. ഈ ടോൾ ബോയ് ഡിസൈൻ നല്ലോണം യൂട്ടിലൈസ് ചെയ്തൊരു വണ്ടിയാണ് വാഗനർ. ഇവിടെ നല്ല ഹെഡ് റൂം ഉണ്ട്. അപ്പം ഒരു ക്രാംഡ് ഫീലിങ്സും നമ്മൾ ഉണ്ടാവില്ല. പിന്നെ പറയുന്നത് ഒരു മോശമായിട്ട് തോന്നിയത് ഇവിടെയും ഈ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വന്നേക്കുന്നത്. ഇത് അഡ്ജസ്റ്റബിൾ ആക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം നമുക്ക് ഈ വിപ്ലാഷ് ഇഞ്ചുറീസ് ഒക്കെ സഡൻ ബ്രേക്കിങ്സിലൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. വീട്ടിലത്തെ ആൾക്കാരാണെങ്കിൽ തന്നെ നമുക്ക് ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നതൊക്കെ കണക്കാനായിരിക്കും.
അപ്പോൾ പോയി നമ്മൾ ഫ്രണ്ടിലോട്ട് അടിച്ച ശേഷം ബാക്കോട്ട് വരുമ്പോൾ ഇത് എൻ്റെ പോലുള്ള ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയൊക്കെ ചിലപ്പോൾ ഇഞ്ചുറി ഒക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ ഇവിടെ ഒരു തേർഡ് പാസഞ്ചറിന് ഇരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സെൻട്രൽ ടണൽ കുറച്ച് ഒരു വലുതാണ്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആക്ച്വലി രണ്ടുപേർക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ്. ഇത് ഹെഡ് റെസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. ശരി, പണ്ടത്തെ വാഗനറിലൊക്കെ VXIയിൽ തന്നെ ആണെങ്കിലും അതിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ അതൊക്കെ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഒരു രൂപത്തിൽ മാരുതി അത് ഒഴിവാക്കി എന്ന് വേണം പറയാനായിട്ട്. ചെറിയൊരു വിൻഷീൽഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ സാധാ വൈപ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. തള്ളി നിൽക്കുന്ന ടൈപ്പിലുള്ള വാഷറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു ഉള്ളിലേക്കാക്കി കൊടുത്തിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു, നോക്കിയാൽ കാണില്ലായിരുന്നു. പിന്നെ നമ്മുടെ ആന്റിന, ഈ ടൈപ്പ് ആന്റിനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിന അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ വാഗനറിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ് തോന്നുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു കോ ഡ്രൈവർ സൈഡിലെ നമ്മുടെ സീറ്റിന്റെ അണ്ടർ സ്പേസിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ തന്നെയായിരുന്നു ഒരു ഏരിയ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന് പകരമായിട്ട് ഈ ഒരു ഏരിയ, അതായത് ഇവിടെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു ട്രേ ഉണ്ട്. ഇവിടെ ഇതിൽ മാക്സിമം 1 കിലോഗ്രാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് പോവാം, അതിപ്പം മോറലാണെങ്കിലും ഇമ്മോറലാണെങ്കിലും. സോ നമ്മുടെ വാഗനറിന്റെ ഇപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എക്സ്റ്റീരിയർ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതിപ്പം നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഓണറിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇപ്പോൾ ഓണർ എന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹം ഇപ്പം ഇവിടെ ഇല്ല, അദ്ദേഹം UK-യിലാണ്. ഓണർ ഏകദേശം ഒരു 5000 കിലോമീറ്റർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ വണ്ടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ അനിയനാണ് വണ്ടി ഓടിച്ചത്. ഒരു 25000 കിലോമീറ്ററിന്റെ കൂടുതൽ അദ്ദേഹം തന്നെയാണ്, ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് അദ്ദേഹം തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹത്തിനോട് ചോദിക്കാം. അദ്ദേഹം നമ്മുടെ ആക്ച്വലി ഒരു XL6ന്റെ വീഡിയോ അദ്ദേഹം ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഇപ്പം രണ്ടാമത്തെ വീഡിയോ ആണ് അദ്ദേഹവുമായിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് അക്ഷയ്. അപ്പോൾ നമ്മൾ രണ്ടാമതാണ് ഇപ്പോൾ ഈ വണ്ടി റിവ്യൂ ആയിട്ട് വരുന്നത്. ആദ്യം നമ്മുടെ XL6 ചെയ്തു, അതിനുശേഷം നിന്റെ അടുത്തുള്ള അടുത്ത വണ്ടി പറയുന്നത് വാഗനറാണ്. സോ വാഗനറിനെ പറ്റിയിട്ട്, അതായത് ഇപ്പം ഓണർ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 25000 കിലോമീറ്റർ ഏകദേശം ഇപ്പോൾ ഓടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, മൈലേജ്, അതേപോലെ സർവീസ്, പിന്നെ ബാക്കി നിനക്ക് തോന്നി, അതായത് നിനക്ക് ഇതിലൊരു ഡിമെറിറ്റ്സും മെറിറ്റ്സും എല്ലാം പറയാം. അപ്പോൾ അതിനുള്ളൊരു വേദിയാണ്. അപ്പം അതും കൂടി നീ പറയും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ പക്ഷേ എത്ര കാലമായി ഇപ്പോൾ വണ്ടി ഉപയോഗിക്കുന്നു? ഈ വണ്ടി ഇപ്പം 2-2.5 കൊല്ലമായി ഇപ്പൊ കയ്യിൽ. ചേട്ടൻ പോയതിനു ശേഷം ഇവിടെ തന്നെയായിരുന്നു, ഇവിടെ തന്നെ ഓടിക്കലാണ്. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും കൊണ്ടുപോകും എന്നല്ലാണ്ട്, പിന്നെ അവർക്കും ആവശ്യത്തിന് കൊണ്ടുപോകും. കംഫർട്ടാണ് വണ്ടി എങ്ങനെ നോക്കിയാലും. പിന്നെ കുറച്ച് പേർക്ക് പോകാനാണെങ്കിൽ ഈ വണ്ടി തന്നെ സുഖമാണ്. 4 ആൾക്ക് കംഫർട്ടായിട്ട് പോയി വരാം. പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിലും അവരെങ്കിലും കുറച്ച് ആൾക്കാർക്ക് പോകണമെങ്കിൽ സുഖമാണ്. പിന്നെ ടൗണിൽ പോയി സാധനങ്ങൾ, കുറച്ച് ബൾക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ സുഖമാണ്. കാരണം ബൂട്ട് സ്പേസും അതുകൊണ്ട്. പിന്നെ മൈലേജും അത്യാവശ്യം കിട്ടും. കമ്പയർ ടു XL6 ആണെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടെ മൈലേജ് തരുന്നത് വാഗനറാണ്. അപ്പോൾ ദൂരത്തേക്ക് ഈ വണ്ടി എടുത്തിട്ട് പോയിരുന്നോ? ദൂരത്തേക്ക് കോഴിക്കോട് വരെ ഇതെടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. കോഴിക്കോട് പോയിട്ട് ജസ്റ്റ് കോഴിക്കോട് ബാലുശ്ശേരി ആ ഭാഗത്തോട്ടൊക്കെയാണ് പോയത്. കുഴപ്പമില്ലായിട്ട് പോവാം. പിന്നെ എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം, വലിയ സ്പേസും കാര്യങ്ങളൊന്നും വേണ്ട, അതാ സുഖം. പിന്നെ ഫാമിലി യൂസിന് ഞങ്ങൾക്ക് 4 ആൾക്ക് പോകുകയാണെങ്കിൽ ഇതെന്നെ എടുത്ത് പോകുന്നത് നല്ലത്. കാരണം ആ ഒരു വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത്ര ഫ്രീ ആയിട്ട് കുറേ സ്പേസ് കിടക്കുക ആവശ്യമില്ല. ഇതാകുമ്പോൾ ആ ഒരു രീതിയിൽ പോയിട്ട് വരാം. എക്കണോമിക്കാണ്. ശരി. ഓക്കെ. ഇനി അത് അടുത്ത കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. മൈലേജ് ഇപ്പോൾ ഞാൻ 2015 തൊട്ടിട്ട് 20 വരെ ഞാൻ യൂസ് ചെയ്തിരുന്നു വാഗനർ. അന്ന് എനിക്ക് പറയുന്നത് ആ ഒരു K സീരീസ് എഞ്ചിൻ എനിക്ക് അത്ര വരെ മൈലേജ് കിട്ടിയിട്ടില്ല. 15-16 ആ റേഞ്ചൊക്കെയാണ് മാക്സിമം എനിക്ക് ലോങ്ങിലൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ അവസ്ഥ എന്താണ്? ഇതിലിപ്പോ എനിക്ക് ലോങ് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, കോഴിക്കോടൊക്കെ പോയ സമയത്ത് എനിക്ക് 20-24 ഇടയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ടൗണിലൊക്കെ ആകുമ്പോൾ കുറയും, 17 തൊട്ട് 20 വരെ ആ റേഞ്ചിന്റെ ഉള്ളിലേ കിട്ടുമല്ലോ. എന്നാലും അത്രയും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ റോഡും കാര്യങ്ങളും അറിയാലോ, ആ ഒരു ഇതിലേ കിട്ടല്ലോ. ശരി. സിറ്റി ഏരിയാസിൽ ഈ പറഞ്ഞ പോലെ 17-18 ഒക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ആ ഒരു സമയത്തെ ഡ്രൈവിംഗ്. ആ ഒരു ഡിപ്പെൻസ് അപ്പോൺ ദി ട്രാഫിക്, അത്ര പറയാൻ പറ്റും. ഓക്കെ, ശരി. അപ്പൊ ഇപ്പൊ ലോങ് ഡ്രൈവിന് പോകുന്നത് വെച്ചാൽ കോഴിക്കോട് വരെ പോകുന്നുണ്ട്, ഏകദേശം 100-120 കിലോമീറ്റർ ഓടുന്നുണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ ഇപ്പൊ നമ്മുടെ കംഫർട്ടബിലിറ്റി എങ്ങനെയാണ്? അതിപ്പോ നമ്മുടെ ആണെങ്കിലോ അല്ലെങ്കിൽ ഫാമിലിയുടെ ആണെങ്കിലോ കംഫർട്ടബിലിറ്റി അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. 4 ആൾക്കാരാണ്, 4 പേർക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. പിന്നെ ഒരു 4 ആൾക്ക്, പിന്നെ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ സുഖം, കുഴപ്പമില്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു വണ്ടി പറ്റും. പിന്നെ മെയിൻ കാര്യം നോക്കണം, പുറകത്തെ സീറ്റിലോട്ട് വരുമ്പോൾ അതിന്റെ ഹെഡ് റെസ്റ്റ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഒരു നമുക്ക് ഹൈറ്റുള്ള ആൾക്കാർ, കസിൻസ് ഒക്കെ ഹൈറ്റുള്ള ആൾക്കാർ കയറി കഴിഞ്ഞാൽ അവരുടെ തലേന്റെ പകുതി പുറത്താ, ആ ഒരു ഫിക്സ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് ഇങ്ങോട്ട് തള്ളിയിട്ട് പോവാ. അതൊരു കംഫർട്ട് ഇല്ലാത്ത വഴി തോന്നുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അത് മാത്രം ഒരു പരാമയായിട്ട് തോന്നുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പഴയ വണ്ടി ഉപയോഗിച്ചിരുന്നു 2015 ആ സമയത്ത് ഇതിന് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് അല്ലായിരുന്നു, അത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതില് അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ നല്ല സുഖമായിരുന്നു ഇരിക്കാനൊക്കെ ആയിട്ട്.
ഇപ്പൊ ഇതില് ഇപ്പൊ ഇങ്ങനെ വന്നപ്പം എനിക്കൊരു സംശയം, ഇതിപ്പോ നമ്മൾ എടുക്കുന്നില്ല, അതുകൊണ്ട് അറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോ അങ്ങനെ അതൊരു പോരായ്മ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതൊരു ഇടയ്ക്ക് അതൊരു വിഷയമായിട്ട് തന്നെ തോന്നലില്ല. തോന്നുന്നില്ല. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർ ഇരിക്കുമ്പോൾ ഒരു അവർക്കൊരു കംഫർട്ട് ഇല്ലാത്ത പോലെ തന്നെ നമുക്ക് ഫീൽ ആകും. അവർ തല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറ്റി അതെ അതെ. കുറച്ച് നേരം കളിക്കുന്ന. ഈ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. Yes. അത് പിന്നെ ആ ഒരു ശരിയാണ്. പെയിനും ഉണ്ടാവും. കഴുത്തിന്റെ അവിടെ കുറച്ച് കഴിഞ്ഞാൽ ഒരു പെയിനും വരാൻ Yes, തുടങ്ങും. yes, yes. ശരി, ശരി. ഇതിപ്പോ മാരുതി ചിലപ്പോ ഒരു കോസ്റ്റ് കട്ടിങ്ങിന്റെ രൂപത്തിൽ ആക്കിയതായിരിക്കാനുള്ള ചാൻസുകളാണ് ഉള്ളത്. ഉം. അപ്പോൾ നമ്മൾ XL6 ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. XL6ന്റെ വെച്ച് നോക്കുമ്പോൾ ഡ്രൈവിംഗ് കംഫർട്ടിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഇതിലിപ്പോൾ 1 ലിറ്ററും വരുന്നുണ്ട്, 1.2 ലിറ്ററും വരുന്നുണ്ട്. ഇത് 1.2 ലിറ്റർ ആണ്. അപ്പോൾ അതിനുള്ള പെർഫോമൻസ് വൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കയറിപ്പോവാനും പിന്നെ പവറും കൂടുതൽ XL6 ആയിട്ട് തന്നെ തോന്നല്. പിന്നെ വരുമ്പോൾ ഇത് പറഞ്ഞാൽ കുഴപ്പമില്ല, 1.2 ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് ചെറുത്തിലൊക്കെ ആ ബ്ലോക്കിലൊന്ന് പെട്ടെന്ന് ഇടയിൽ കയറണം എന്ന് വിചാരിച്ചാലും ആ ഒരു ഒന്ന് ഡൗൺ ചെയ്ത് എനിക്ക് കയറി പോകാം. പിന്നെ 1 ലിറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് അവർ ഇത് ഓടിച്ച് നോക്കുമ്പോൾ അവർ പറയും നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത്. എനിക്കത് ഫീൽ ആയിട്ടില്ല, കാരണം ഞാൻ ഓടിക്കാത്തതുകൊണ്ട് കറക്റ്റ് അറിയത്തില്ല. എന്നാലും കുറച്ചും കൂടെ പവർ ഉണ്ടെന്ന് പറയുന്നേക്കാം. ഇപ്പോൾ വാഗനറിൻ്റെ ടോൾ ബോയ് ഡിസൈൻ ആണ്. അപ്പോൾ ടോൾ ബോയ് ഡിസൈൻ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടോഗ്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം ഇതിപ്പോൾ നമ്മൾ കുറച്ചൊരു ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ഒരു 60ന്റെ മുകളിലൊക്കെ കയറ്റുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാവിച്ചിരുന്നോ? ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ അത്ര സ്പീഡിലും ഞാൻ കയറില്ല. ഞാൻ മാക്സിമം 80 വരെയൊക്കെ കയറിയിട്ടുള്ളൂ. പിന്നെ ആ ഒരു സ്പീഡ്, ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ അറിയാലോ, ഒന്ന് തിരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ടേൺ വരും. നമുക്ക് ആ സ്പീഡ് എടുക്കാനും പറ്റൂല. അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ആയിട്ടില്ല എൻ്റെ ഇതായിട്ടില്ല. ശരി. മാരുതിയുടെ സർവീസിനെ പറ്റി ശരിക്കും ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചോദിക്കുകയാണ്. എന്തെങ്കിലും മോശമായ അഭിപ്രായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് ഇതിൽ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് സർവീസ് കഴിഞ്ഞ് കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസമാവുന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ലാത്ത സർവീസായിരുന്നു. പിന്നെ ജസ്റ്റ് എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി, കുഴപ്പമൊന്നുമില്ല സർവീസിന്. പിന്നെ സർവീസിൻ്റെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അറിയത്തുമില്ല. അവർ ചെയ്തു എന്നുള്ളത് തരുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു കംഫർട്ടിൽ പോകുന്നു. അത് ശരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിയാണ്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ XL6ന്റെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ റേറ്റും ഇതിന്റെ റേറ്റും ഈ സർവീസിൽ വ്യത്യാസമുണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനത് ചില സമയത്ത് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഈ ഇപ്പോൾ അലൈൻമെൻറ്റിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഞാനത് പുറത്തുനിന്ന് ചെയ്യിപ്പിക്കും. അത് ഷോറൂമിൽ ഞാൻ ചെയ്യിപ്പിക്കില്ല. നല്ല റേറ്റ് വ്യത്യാസം വരും. അപ്പം വീൽ അലൈൻമെൻ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ പുറത്തെടുത്താൽ ചെയ്യും. ശരിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അലൈൻമെന്റ് ആണെങ്കിലും അവരിപ്പോൾ ചെയ്തെന്ന് പറയണു, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ മറ്റൊരു കടയിൽ പോവുകയാണെങ്കിൽ അവരത് അഴിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സർവീസിൽ ഇങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ശരിക്കും വെച്ചാൽ നമ്മൾ അതൊന്ന് കണ്ടിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു നമ്മൾ പൈസ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ആ കസ്റ്റമർ ലോഞ്ചിൽ അതിനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? പിന്നെ നമുക്ക് ചിലതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഫിൽറ്ററിന്റെ കാര്യമാണെങ്കിലും ഓയിൽ നമുക്കൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡിപ്സിക്ക് എടുത്തുനിന്ന് പുതിയ ഓയിലാണോ എന്നൊക്കെ നോക്കാനുള്ള അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്തിരുന്നോ? അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വണ്ടി മൊത്തം കുറേ ഉണ്ട്. നോക്കുവാണെങ്കിൽ ഒന്ന് സ്പോയിലർ ഉണ്ട്, റെയിൻ ഗാർഡ് ഉണ്ട്, പിന്നെ ഈ ക്രോം അഡീഷണൽ ഫിറ്റിംഗ് ആണ്. പിന്നെ അങ്ങനെ ചേട്ടനൊരു ക്രൈസ് ആണ്. പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളും മൂപ്പരെ വണ്ടി ഒരു സ്പെഷ്യലായിട്ട് കൊണ്ടുനടക്കാൻ മൂപ്പർക്ക് ഇഷ്ടം. അപ്പൊ മൂപ്പര് കുറെ ഇന്റീരിയർ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ മൂപ്പർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ശരിയാകും. വണ്ടിക്ക് ഓൺ റോഡ് എത്രയായി? ഓൺ റോഡ് 680 ആ റേഞ്ച് ആണ്. അതിൽ നമ്മൾ 3 ഇപ്പോൾ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി ലോൺ ഇടുകയായിരുന്നു ചെയ്തത്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് കൂടാതെ അതിൻ്റെ ഫിറ്റിങ്സിനും പിന്നെ കാര്യങ്ങളൊക്കെ ആ ഒരു മൊത്തം പൈസയായത്. കമ്പനി എന്തെങ്കിലും തന്നിരുന്നോ? അത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും തന്നിരുന്നോ? കമ്പനി നമുക്ക് PVC മാറ്റ് തന്നായിരുന്നു. പിന്നെ ഒരു ടെഫ്ലോൺ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. അത് മാത്രമേ സീറ്റ് കവർ അങ്ങനത്തെ പിന്നെ കുറച്ച് ആക്സസറീസും തന്നായിരുന്നു. മറ്റേ വാക്യൂം ക്ലീനർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ തന്നായിരുന്നു. പിന്നെ അണ്ടർ ബോഡി കോട്ടിങ് അതൊക്കെ ചെയ്തിട്ടുണ്ടോ നമുക്ക് തന്നെ അറിയത്തില്ല. പിന്നെ അണ്ടർ ബോഡി അന്ന് ഞാൻ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിക്കാണ്ട് അത് കണ്ടായിരുന്നു. ഈ അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു വാല്യൂ ഫോർ മണി ആണോ? തീർച്ചയായും വാല്യൂ ഫോർ മണിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഫാമിലിക്ക് പോയി വരാനുള്ള ഒരു വണ്ടി, അവർക്ക് വേണ്ട മൈലേജ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെ നോക്കിയാലും വെർത്താണ് അവർക്ക്. വേറെ ഒരു അത്യാവശ്യം വലിയൊരു ഫാമിലി ആണെങ്കിൽ പോലും 5 മാക്സിമം 5 ആൾക്ക് നല്ല സുഖത്തിൽ പോയിട്ട് വരാം, കുഴപ്പമൊന്നുമില്ല. എവിടെ പോകുകയാണെങ്കിൽ അവർക്ക് മൈലേജ് വെക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടി തന്നെയാണ്. പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ നല്ലൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഒരു ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ ഒരു വണ്ടി കുഴപ്പമില്ലാണ്ട് പോകും. പിന്നെ നോക്കുകയാണെങ്കിൽ ആ ബാക്കിലത്തെ സീറ്റിന്റെ കാര്യം മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, വേറെ ഒന്നും ഒരു കുഴപ്പമില്ല.
ഇപ്പൊ ഇത്ര കാലം കൊണ്ട് ഈ വണ്ടി യൂസ് ചെയ്ത ശേഷം ഈ ഒരു വണ്ടി ഇപ്പോൾ നിങ്ങളോട് ആരെയും ചോദിക്കുക, ഇപ്പോൾ അക്ഷയനോട് ആരെയും ചോദിക്കുകയാണ് ഈ വണ്ടി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് എടുക്കാൻ പറ്റുമോ, ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾ, അപ്പോൾ അവർക്കത് ഈ വണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ തീർച്ചയായും സജസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിന് താഴെ ഒരു വണ്ടി എടുക്കുന്നതിനെക്കാട്ടും നല്ല ഈ വണ്ടി, അതും പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിലും എല്ലാ രീതിയിലും അവർക്ക് തന്നെ സ്യൂട്ടബിൾ ആയിരിക്കും. പിന്നെ അത് ഇവർക്കെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി ഇത് തന്നെയാണെന്ന് ഞാൻ പറയും. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം ഇപ്പൊ നമ്മൾ ഇന്ത്യ മാർക്കറ്റിൽ വേറെ നോക്കാനില്ല. ഇത് തന്നെയായിരിക്കും ഞാൻ പറയാറ്. അപ്പോൾ ഏതൊരാളിപ്പോൾ മാരുതി എടുക്കുമ്പോൾ ആദ്യം കൺസേൺ ആവുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം ഊക്ക് കിട്ടുന്ന ഒരു ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. മാരുതിയുടെ സേഫ്റ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? സേഫ്റ്റി നോക്കുമ്പോൾ മാരുതിന്റെ സേഫ്റ്റി അറിയാലോ, എന്തായാലും കുറവാണ്. പിന്നെ ഈ വണ്ടിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 2 കോ ഡ്രൈവറിനും ഡ്രൈവർ സീറ്റിലും എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ EBD ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ABS-ഉം ESP അങ്ങനെ സാധനങ്ങളും ഉണ്ടല്ലോ അല്ലേ. അതുകൊണ്ട് തരക്കേടില്ല എന്ന് പറയാം. പക്ഷെ ക്രാഷ് ടെസ്റ്റുകളിലൊക്കെ ഇത് പറഞ്ഞ പോലെ മാരുതി അറിയാമല്ലോ, പണ്ടേ ഇത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ശരി ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ യൂസർ എക്സ്പീരിയൻസ് ആയിരുന്നു. വാഗനർ ZXi 2020 മോഡലിൻ്റെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വാല്യൂ ഫോർ മണി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. എക്സെപ്റ്റ് സേഫ്റ്റി കാര്യങ്ങൾ, അതിപ്പോൾ മാരുതി എല്ലാ വണ്ടികൾക്കും ഉള്ളതുപോലെ തന്നെ സേഫ്റ്റി ഇഷ്യൂ അതിനുമുണ്ട്. സോ ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. സോ അക്ഷയ്, ഒരു നല്ലൊരു ഹാപ്പി മോട്ടറിംഗ് തരുന്നു. താങ്ക് യു.